പെട്ടെന്ന് ദേഷ്യത്തിൽ എന്തോ വിളിച്ചു പറഞ്ഞെങ്കിലും ആവണിക്ക് അപ്പോൾ തന്നെ അതിൽ വിഷമം തോന്നി. സോറി ആദിത്യ, നീ എന്നെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നതാണെന്ന് എനിക്കറിയാം. എന്റെ ഡിസൈൻ എടുക്കാത്തതിലല്ല എന്റെ സങ്കടം, മറിച്ച് മുത്തശ്ശി നീലിനെ സെലക്ട് ചെയ്തതില്ല. ഇത് മുത്തശ്ശി എന്താ അങ്ങനെ ചെയ്തത്? നീലിനൊന്ന് നിന്റെ കൂടെ മത്സരിക്കാൻ പോലും യോഗ്യതയില്ലല്ലോ. നിന്റെ ഡിസൈൻ കണ്ടാൽ അറിഞ്ഞുകൂടെ നീലിന് അതിന്റെ പകുതി പോലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന്? ആദിത്യൻ ആകെ ഞെട്ടിയിരുന്നു. ഇനി എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്റെ ഡിസൈൻ നല്ലതാണെങ്കിലും ബോറാണെങ്കിലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിരാശ മാത്രമായിരുന്നു അപ്പോൾ അവളുടെ സ്വരത്തിൽ. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. മുത്തശ്ശിക്ക് എങ്ങനെ നിങ്ങളെ രണ്ടുപേരെ താരതമ്യം ചെയ്യാൻ തോന്നി? അവൻ എവിടെ കിടക്കുന്നു, നീ എവിടെ നിൽക്കുന്നു? എന്തോ ഒന്ന് ചീഞ്ഞു നാറുന്നുണ്ട്. ആദിത്യൻ ദേഷ്യത്തോടെ പറഞ്ഞു. ഇതിനൊക്കെ പിന്നിൽ ഇനി എന്തെങ്കിലും കളി നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? മുത്തശ്ശി നീലിന്റെ ഡിസൈൻ എനിക്ക് കാണിച്ചു പോലും തന്നില്ല. കമ്പനി പോളിസിക്ക് എതിരാണെന്ന്. മീറ്റിയോറിൽ പ്രദർശിപ്പിച്ച് സെലക്ട് ആയതിനു ശേഷമേ എല്ലാവർക്കും കാണിച്ചു കൊടുക്കു പോലും, അല്ലെങ്കിൽ ചോർന്നു പോവുമെന്ന്. ആവണി ഒറ്റ ശ്വാസത്തിൽ മുത്തശ്ശിയുടെ വാക്കുകൾ ആദിത്യനോട് വിശദീകരിച്ചു. എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട് എന്ന് തന്നെ അവന് തോന്നി. ആദിത്യൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. അധികം വൈകാതെ സത്യം എല്ലാവരും മനസ്സിലാക്കും. മുത്തശ്ശി എല്ലാവരുടെ മുന്നിലും ആ ഡിസൈൻ കാണിക്കേണ്ടി വരും. അധിക ദിവസമൊന്നും സത്യം ഒളിച്ചു വെക്കാൻ കഴിയില്ല. ആവണിക്ക് അതിന് മറുപടി ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അവൾ ആകെ മടുത്തിരുന്നു. ആദിത്യന്റെ കണ്ണുകളിൽ അവൾക്ക് ദേഷ്യം കാണാമായിരുന്നു. അവൻ ഇതിന് പിന്നിലെ സത്യം എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചതായി തോന്നി. ഗായത്രി ദേവി മുൻവൈരാഗ്യം വെച്ച് ആവണിയെ മനഃപൂർവ്വം തോൽപ്പിച്ചതാണെന്ന് ആദിത്യന് മനസ്സിലായി. അവന്റെ സംശയങ്ങൾ ശരിയായിരുന്നു. മീറ്റിയോർ ഗ്രൂപ്പിന് മുമ്പിൽ രാവിലെ സബ്മിറ്റ് ചെയ്യാനായി ആ ഡിസൈൻ ഗായത്രി ദേവി നീലിന്റെ കയ്യിൽ കൊടുത്തപ്പോൾ നീൽ പോലും ഞെട്ടിയിരുന്നു. കാരണം അത് നീലിന്റെ അല്ലായിരുന്നു, ആവണിയുടെ ഡിസൈൻ ആയിരുന്നു അത്. നീൽ സന്തോഷത്തോടെ ചോദിച്ചു. മുത്തശ്ശി, ആവണിയുടെ ഡിസൈൻ എന്റെ പേരിലാണോ പ്രദർശിപ്പിച്ചത്? അതെ, ഇത് ആവണിയുടെ ഡിസൈനാണ്. പക്ഷേ എന്റെ കമ്പനിയിലെ ഡിസൈൻ ഡയറക്ടറായി വരാനുള്ള യോഗ്യത അവൾക്കില്ല. ഗായത്രി ദേവി പല്ലുറുമിക്കൊണ്ട് കൂട്ടിച്ചേർത്തു. അവളും അവളുടെ ഭർത്താവും കൂടെ ചേർന്ന് ഈ കുടുംബത്തിന്റെ പേര് നശിപ്പിച്ചു. എനിക്കിനിയും അത് കണ്ടു നിൽക്കാനാവില്ല. അമ്പാട്ട് കുടുംബത്തിന്റെ ഭാവി ഡിസൈനർ നീയാണ്, അവളല്ല. നീയാണ് ഈ പോസ്റ്റിലേക്ക് വരേണ്ടത്. എല്ലാം മുത്തശ്ശി പറയും പോലെ. പക്ഷേ ഇത് ആവണി അറിഞ്ഞാൽ? നീൽ ഒന്ന് സംശയിച്ചു. അപ്പോൾ ഗായത്രി അഹങ്കാരത്തോടെ പറഞ്ഞു. അറിഞ്ഞാലെന്ത്? അവളുടെ ഭർത്താവ് ഒരു രാജകുമാരനൊന്നും അല്ലല്ലോ നമ്മളെ എതിർത്ത് നിൽക്കാൻ. അവളെ വീട്ടിൽ നിന്ന് ഞാൻ പുറത്താക്കി കഴിഞ്ഞതാ. വീണ്ടും ഇനി വല്ല നാടകവുമായി വന്നാൽ ഞാൻ ജോലിയിൽ നിന്നും പുറത്താക്കും. അവളുടെ ഭർത്താവ് ആ വിഡ്ഢിയെ കൊണ്ട് തന്നെ വേദികയുടെ കല്യാണ ചടങ്ങിൽ ഞാൻ നാണം കെട്ടതാ. ഇനി എന്താ രണ്ടുപേർക്ക് സംഭവിക്കാൻ പോകുന്നതെന്ന് നീ കണ്ടോ? ഒരു ഭാഗത്ത് ആവണിക്കെതിരെ പ്രതികാരം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന മുത്തശ്ശി, മറുഭാഗത്ത് തന്റെ ഭാര്യയെ ഈ അവസ്ഥയിൽ കാണാൻ സാധിക്കാത്ത ആദിത്യൻ. നീലിനെ പോലെ മുഴുവൻ സമയവും പാർട്ടികളിൽ ചിലവഴിക്കുന്ന ഒരുത്തനിരുന്ന് ഡിസൈൻ ചെയ്യുമെന്ന് ആദിത്യൻ ആദ്യം മുതലേ വിശ്വസിച്ചിരുന്നില്ല. ഗായത്രി ദേവി ആണെങ്കിൽ എത്രത്തോളം കുബുദ്ധിയുള്ള ആളാണെന്നും ആദിത്യന് നന്നായിട്ടറിയാം. അവർക്ക് ആവണിയെ അപമാനിക്കണം. പക്ഷേ മീറ്റിയോർ പ്രോജക്റ്റ് കൈവിട്ടു പോകാനും പാടില്ല. അതിന് ആവണിയുടേതിനേക്കാൾ നല്ല ഡിസൈൻ അവർക്ക് എവിടുന്ന് കിട്ടും? ആദിത്യൻ അപ്പോൾ തന്നെ മൂർത്തിയെ വിളിച്ചു. ഏതെങ്കിലും ഇന്റർനാഷണൽ ഡിസൈനറുടെ ഡിസൈൻ ഏതെങ്കിലും മുത്തശ്ശിയും നീലും ചേർന്ന് മോഷ്ടിച്ചിട്ട് അവിടെ കൊടുത്തതാണോ എന്നറിയാൻ വേണ്ടിയാണ് അവൻ വിളിച്ചത്. കാരണം കേരളത്തിലോ ഇനി ഇന്ത്യയിൽ തന്നെയോ ആവണിയുടെ ഡിസൈനിനെ വെല്ലാൻ ഒന്നില്ല എന്ന് ആദിത്യൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ആ ദിവസം അങ്ങനെ കടന്നുപോയി. ആവണി മുറിയിൽ തന്നെയിരുന്നു. ജയരാജിൽ നിന്നും ഗീതയിൽ നിന്നും തന്റെ വേദന ആവണി മറച്ചുവെച്ചു. അവരോടൊന്നും പറയരുതെന്ന് ആദിത്യനോടും പറഞ്ഞു വെച്ചു. പിറ്റേന്ന് അവൾ അതേ സങ്കടം കൊണ്ട് തന്നെ ഓഫീസിലേക്ക് പോയി. ആദിത്യന് അവളുടെ കൂടെ പോകണമെന്നുണ്ടായിരുന്നു. അവന് അവളെ ഒറ്റയ്ക്ക് വിടാൻ മടി തോന്നി. ആവണി നിക്ക്, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഓഫീസിലേക്ക് ഇറങ്ങിയ ആവണിയുടെ പുറകെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ആദിത്യൻ ഓടിച്ചെന്നു. പക്ഷെ ഇത് കേട്ട ഗീത വിചാരിച്ചത് ആദിത്യൻ വീട്ടുജോലി ഒഴിവാക്കാൻ വേണ്ടിയുള്ള നാടകമാണിതെന്നാണ്. ആ ഇന്നലെ സ്റ്റെപ്പ് ഇറങ്ങാൻ നേരം ഒന്ന് തെന്നിയായിരുന്നു. അത് പക്ഷെ ഇന്നത്തേക്ക് ഇത്രയും വേദനയാവുമെന്ന് ഞാൻ കരുതിയില്ല. ആദിത്യ, ആ മുറിവെണ്ണിട്ട് എന്റെ കാലൊന്ന് തിരുമ്പി തന്നെ. അവൻ ഇറങ്ങാൻ നിന്നതും ഗീത കാലുവേദന അഭിനയിച്ച് അവനെ കൊണ്ട് മസാജ് ചെയ്യിപ്പിച്ചു. അമ്പാട്ട് ഗ്രൂപ്പിനെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ വേണ്ടി മൂർത്തിയുടെയോ ഷാനവാസിന്റെയോ അടുത്തേക്ക് പോകാൻ വേണ്ടി ശ്രമിച്ച ആദിത്യൻ ഇതിൽ കുടുങ്ങി. ആവണിയുടെ മുഖം അവനെ കൂടുതൽ സങ്കടത്തിലാഴ്ത്തി. ഗീതയുടെ കാല് തിരുമ്മി കൊടുത്തിട്ട് വേഗം ഓഫീസിൽ പോവാം എന്നാണ് ആദിത്യൻ കരുതിയത്. എടാ, നീ ഇവിടെ പകൽ മുഴുവൻ എന്ത് ചെയ്യുക? കണ്ടില്ലേ, ആ ഫാൻ മുഴുവൻ പൊടിയാ. വേഗം ആ ഡസ്റ്റർ എടുത്തുകൊണ്ട് വന്ന് അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയേ. ആരെങ്കിലും വന്ന് കണ്ടാൽ എന്ത് വൃത്തികേടാ. ആദിത്യൻ സമയം കളയാതെ അത് ചെയ്തു തീർത്തു. അവൻ വീണ്ടും പോകാനിറങ്ങി. ഉടനെ ഗീത വീണ്ടും വിളിച്ചു. ഓരോ സമയം ആദിത്യൻ പോവാൻ ശ്രമിക്കുമ്പോഴും എന്തെങ്കിലും ജോലി ഗീത അവന് കൊടുക്കും. അതിനിടെ ഗായത്രി ദേവി ആവണിയുടെ ഡിസൈൻ നീലിന്റെ പേരിൽ ഷാനവാസിന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഷാനവാസ് അത് കണ്ടപ്പോൾ തന്നെ അടുത്തു വരുന്ന പ്രോജക്റ്റിന് വേണ്ടി അത് സെലക്ട് ചെയ്തു. കമ്പനിയിൽ മുഴുവൻ അതൊരു ആഘോഷ രാവായി മാറി. കൂടുതൽ സന്തോഷം വേദികയ്ക്കും നീലിനും തന്നെയായിരുന്നു. കാരണം നീലിപ്പോ കമ്പനിയുടെ ഡിസൈൻ ഡയറക്ടറാണ്. ആവണി ഓഫീസിലെത്തിയതും അന്തരീക്ഷം മൊത്തത്തിൽ മാറിയത് അവൾ ശ്രദ്ധിച്ചു. എല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പേ വേദിക വന്ന് അവളുടെ മുന്നിൽ നിന്നു. അവൾ ആവണിയെ അടിമുടി ഒന്ന് നോക്കി. വേദിക ഒരു പുച്ഛഭാവത്തോടെ പറഞ്ഞു, ഈ നീലിന്റെ കേബിൻ വൃത്തിയാക്ക്. അവൻ ഇപ്പോ ഇങ്ങെത്തും. ഞാനെന്തിന് അവന്റെ കേബിൻ വൃത്തിയാക്കണം?
ഞാനും കമ്പനിയുടെ സ്റ്റാഫാണ്. ആവണി തിരിച്ചടിച്ചു. വേദിക വീണ്ടും ആവണിയെ നോക്കി പരിഹാസത്തോടെ പറഞ്ഞു, ഇനി മുതൽ നീ എന്റെ സഹോദരന് കീഴിൽ പണിയെടുക്കും. അതായത് ഡിസൈൻ ഡയറക്ടറുടെ കീഴെ. അവൻ നിന്റെ ഡ്യൂട്ടി എല്ലാം മാറ്റിയിട്ടുണ്ട്. നിനക്കിനി ക്യാബിനൊന്നുമില്ല. പോയി ഓഫീസ് വൃത്തിയാക്ക. ഇല്ല, അതൊന്നും നടക്കില്ല. ആവണി ഞെട്ടിധരിച്ചു പറഞ്ഞു. മിണ്ടാതിരുന്നോ. ഇനി നീലാണ് നിന്റെ ബോസ്. അവനെ ഇനി നീൽ സർ എന്ന് വേണം വിളിക്കാൻ. നീ ഇനിയും ഒരുപാട് പഠിക്കാനുണ്ടെന്നാണ് അവൻ പറഞ്ഞത്. വേദിക അവളെ പറഞ്ഞു മുഴുമിപ്പിക്കാൻ സമ്മതിച്ചില്ല. ഇത് കേട്ടതും ആവണിയുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു. നീലെവിടെ? എനിക്കവനെ നേരിട്ട് കണ്ടൊന്ന് സംസാരിക്കണം. എന്നാൽ വേദിക അവളെ തീർത്തും അവഗണിച്ചുകൊണ്ടാണ് അവിടെ നിന്നത്. നീൽ അവിടെ മീറ്റിയോർ ഗ്രൂപ്പിന്റെ ചെയർമാൻ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ലാസ്റ്റ് സ്റ്റെപ്പ് ഡോക്യുമെന്റ്സ് ഒപ്പിടാനുള്ള ചില പ്രിപ്പറേഷൻസിലാണ് അവൻ. അവൻ ഇപ്പോൾ ശല്യപ്പെടുത്താനൊന്നും പറ്റില്ല. നീ ഇപ്പൊ ഇവിടെ നിന്ന് പോകുന്നതാ നല്ലത്. വേദികയ്ക്ക് കൂടുതൽ എന്തെങ്കിലും പറയാൻ സാധിക്കുന്നതിന് മുമ്പേ ആവണി കോൺഫറൻസ് റൂമിലേക്ക് ഇടിച്ചു കയറി ചെന്നു. അവളുടെ ഉള്ളിലെ ദേഷ്യം അത്രമേലുണ്ടായിരുന്നു. അവിടെ ടേബിൾ ക്ലീൻ ചെയ്തുകൊണ്ട് നിന്ന കുറച്ചാളുകൾ മാത്രമേ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. നീൽ അവിടെ ഷാനവാസിനെ കാത്ത് അവന്റെ ലാപ്ടോപ്പിന് മുന്നിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അവനെ കണ്ടതും ആവണിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അവൾ ദേഷ്യത്തോടെ ചോദിച്ചു, നീൽ, നീ എന്റെ ഡ്യൂട്ടി മാറ്റി എന്റെ ക്യാബിൻ ക്ലിയർ ചെയ്തോ? അതെ, നീൽ ഒരു ചിരിയോടെ പറഞ്ഞു. ഞാനാണ് ഇനി നിന്റെ ബോസ്. എനിക്ക് എന്താണോ തോന്നുന്നത് അതിവിടെ നടക്കും. ഞാൻ എന്റെ ക്യാബിനിൽ നിന്നും പോവില്ല. നിന്നേക്കാൾ മുമ്പ് ഈ കമ്പനിയിൽ വന്നവളാ ഞാൻ. നിന്റെ കീഴിൽ ഞാൻ ജോലി എടുക്കില്ല. ആവണി ഉറച്ച ശബ്ദത്തിൽ തന്നെ മറുപടി കൊടുത്തു. തർക്കത്തിനിടെ അവളുടെ കണ്ണുകൾ ടേബിളിന്റെ മൂലയിലിരിക്കുന്ന ഒരു ഡിസൈനിൽ ചെന്നെത്തി. അതായിരിക്കണം അവന്റെ സെലക്ട് ചെയ്ത ഡിസൈൻ എന്ന് അവൾക്ക് മനസ്സിലായി. അവൾ അതിനടുത്തേക്ക് വരാൻ നിന്നതും നീൽ അവളെ തടഞ്ഞു. ഇറങ്ങിപ്പോയിവിടുന്ന്, അവൻ ദേഷ്യത്തോട് ആജ്ഞാപിച്ചു. മാറി നിൽക്കടാ. ആവണി അപ്പോൾ തന്നെ തിരിച്ചടിച്ചു. എന്നിട്ട് നീലിനെ ശക്തിയായി തള്ളി മാറ്റിയതും അവൻ ടേബിളിൽ തട്ടി തടഞ്ഞു വീണു. അവൻ മുമ്പിൽ നിന്ന് മാറിയതോടെ ടേബിളിൽ വെച്ച ആ ഡിസൈൻ ആവണി കണ്ടു. അവൾക്ക് ആകെ തല ചുറ്റുന്നത് പോലെ തോന്നി. അവൾ കണ്ടത് വിശ്വസിക്കാനാവാതെ ഒന്നുകൂടെ കണ്ണുമിഴിച്ചു നോക്കി. അവളുടെ ഡിസൈൻ ആയിരുന്നു അത്. അതിൽ മീറ്റിയോറിന്റെ സീൽ പതിപ്പിച്ചിരിക്കുന്നു. പക്ഷെ അവളുടെ പേരിന് പകരം നീലിന്റെ പേര്. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ആ ഡിസൈൻ എടുത്ത് ഓഫീസ് വിടാനായി ഒരുങ്ങി. ഉടനെ നീൽ എഴുന്നേറ്റ് വന്ന് ആ കോൺഫറൻസ് റൂമിന്റെ വാതിലടച്ചു. ആവണി ദേഷ്യത്തോടെ ഉറക്കെ പറഞ്ഞു, മര്യാദയ്ക്ക് എന്റെ മുമ്പിൽ നിന്ന് മാറിക്കോ. നീ ഇത്രയും തരം താഴ്മെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്റെ ഡിസൈനാണ് നീ ഉപയോഗിച്ചത്. നിനക്ക് എങ്ങനെ ഇതിന് ധൈര്യം വന്നു? ഞാൻ ഇപ്പൊ തന്നെ ഇതും കൊണ്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകും. നിന്റെ തനി നിറം എന്താണെന്ന് ഞാൻ മുത്തശ്ശിക്ക് കാണിച്ചു കൊടുക്കും. എന്നാൽ അത് കേട്ട് നീൽ പൊട്ടിച്ചിരിച്ചു. ആവണിക്ക് ഒന്നും മനസ്സിലായില്ല. അവനൊരു ഭീഷണി പോലെ പറഞ്ഞു, നീ എന്താ എന്നെ പേടിപ്പിക്കാൻ നോക്കിയതാണോ? അതുകൊണ്ട് ഒരു കാര്യവുമില്ല മോളെ. മുത്തശ്ശിക്ക് എല്ലാം അറിയാം. മുത്തശ്ശി തന്നെയാണ് ഇതെല്ലാം പ്ലാൻ ചെയ്തത്. എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് നീ നന്നായിട്ട് ആലോചിക്കുക. കാരണം ഇതിന്റെയൊക്കെ അനന്തരഫലം നീ തന്നെയാണ് അനുഭവിക്കാൻ പോകുന്നത്. നീലിന്റെ വാക്കുകൾ കേട്ട് ആവണി വിറച്ചുപോയി. പുറത്തു നിൽക്കുന്നവർ ഇവരുടെ തർക്കം കേട്ടിരുന്നു. ഒരുപാട് പേർ ബഹളം കേട്ട് അവിടെ കൂടിയിട്ടുണ്ട്. അപ്പോഴേക്കും ഗായത്രി ദേവി വിവരമറിയിക്കാൻ സെക്രട്ടറി പോയിരുന്നു. സംഭവം അറിഞ്ഞ് ഗായത്രി ദേവി ഉടൻ ആ കോൺഫറൻസ് റൂമിലെത്തി. സാഹചര്യം കണ്ടപ്പോൾ തന്നെ ആവണിക്ക് എല്ലാം മനസ്സിലായെന്ന് ഗായത്രി ദേവിക്ക് തോന്നി. അവർ വരുമ്പോൾ ആവണിയും നീലും നേർക്കുനേർ നിൽക്കുകയാണ്. അവർക്ക് ചുറ്റും ചില സ്റ്റാഫുകളുമുണ്ട്. ഗായത്രി ദേവി ശാന്തമായ സ്വരത്തിൽ ചുറ്റുമുള്ളവരോട് പറഞ്ഞു, എല്ലാവരും അവരവരുടെ ജോലി നോക്ക്. ഓ, മീറ്റിയോർ ഗ്രൂപ്പിന്റെ ചെയർമാൻ ഇവിടെ എത്താനായിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ജോലി ചെയ്യുന്നത് എനിക്ക് കാണണം. സ്റ്റാഫ് എല്ലാവരും പിരിഞ്ഞു. എങ്കിലും അവരുടെ കണ്ണുകൾ ഇവിടെ തന്നെയായിരുന്നു. ഗായത്രി ദേവി ആവണിയുടെയും നീലിന്റെയും അടുത്തേക്ക് നടന്നു നീങ്ങി. എന്നിട്ട് ദേഷ്യത്തോടെ ചോദിച്ചു, എന്താണ് ഇവിടെ നാടകമോ? ആവണി ഉടനെ പറഞ്ഞു, നീൽ എന്റെ ഡിസൈൻ മോഷ്ടിച്ചു. ചെയർമാൻ സെലക്ട് ചെയ്തത് എന്റെ ഡിസൈനാണ് മുത്തശ്ശി. അതെങ്ങനെ നീലിന്റെ പേരിലാവും? അവൻ എങ്ങനെ ഡിസൈൻ ഡയറക്ടർ ആവും? ഞാൻ അവരുടെ ചെയർമാൻ ഷാനവാസ് സാറിനോട് എല്ലാ സത്യങ്ങളും പറയും. അദ്ദേഹം എല്ലാം അറിയണം. ആവണിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഗായത്രി ദേവിക്ക് ആകെ ദേഷ്യം തോന്നി. അവർ ആവണിയുടെ കൈ പിടിച്ച് ഓഫീസിന് വെളിയിലേക്ക് ഇറക്കിക്കൊണ്ടുപോയി.